വേലത്തരങ്ങൾ പലതും സിഹറിലേക്ക് ചേർക്കപ്പെടുന്നവയാണ്. ചില ഗുരുക്കന്മാരുടെ തടവലും മറ്റുമല്ല ഞാൻ പറയുന്നത്. ഹക്കായ നിലയിൽ ചികിത്സിക്കുന്ന തൽസമാത്തിന്റെ ഗുരുക്കന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാം. അതായത് ശ്രദ്ധിക്കണേ, ഗുരുക്കന്മാരൊന്നും വിചാരിക്കരുത്. അതായത് അസ്മാ ഖുർആന് കൊണ്ടല്ലാത്തൊരു ചികിത്സ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ ചില ഗുരുക്കന്മാര് അവര് ചില പ്രപിതാമഹന്മാരെ പൂജിച്ചും മറ്റും നടത്തുന്ന ചില സേവകളുണ്ട്. അപ്പൊ ഗുരുക്കന്മാരെ നടത്തുന്ന സേവകൾ മുഴുവനും കൂടി ഒന്നും ഹക്കിന്റെ ചികിത്സ അല്ല. ശ്രദ്ധിക്കണം. പല കുരുക്കന്മാരെ കേന്ദ്രവും എനിക്കറിയാം. കുരുക്കൾ കേന്ദ്രം, കുരുക്കളെടുത്ത് പോയി എന്താണെങ്കിൽ കുരുക്കളെ ഓടിയാൽ ശരിയാവും. കുരുക്കളെ ഹക്കും പാത്തിരില്ല. കുരുക്കൾക്ക് ഹക്കും പാത്തിരൊന്നും ഉണ്ടാവും. ഒന്നും ഹക്കും പാത്തിരില്ല. പിന്നെ ഏത് പെണ്ണട്ടപ്പാതിരക്കും കുരുക്കൾ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെയും വാതിലടച്ചിട്ട് റൂമിലിരിക്കും. ഹൽബത്തും അജ്നബിയത്തന്നെ ഹറാമാണല്ലോ. പിന്നെ എന്തിനാ കൂടുതൽ പറയേണ്ട ആവശ്യം? ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വെക്കുക. അന്യ പെണ്ണിനെ കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് തന്നെ വെക്കുക. പക്ഷെ അന്യ പെണ്ണിനെ കൊണ്ട് ഒറ്റക്കൊരു മുറിയിൽ ഇരിക്കൽ ഹറാമാണ്. ഈ കൂടുതൽ വർത്താനം തന്നെ പറയണ്ടേ. ഇത് മുഹമ്മദ് നബിയുടെ നിയമമാണ്. സിഹറിന്റെ നിയമം ഉണ്ടെങ്കിൽ അത് അടുപ്പിൽ കുഴിച്ചിടേണ്ടതാണ്. മുഹമ്മദ് നബിയുടെ നിയമം അൽ ഖൽബത്ത് മഅൽ അജ്നബിയത്തി ഹറാമാണ്. അന്യ പെണ്ണുമായി ഒരു റൂമിൽ ഒറ്റക്കിരിക്കൽ ഹറാമാണ്. ശ്രദ്ധിച്ചോ? അന്യ ഒരു പെണ്ണുമായി ഒരു മുറിയിൽ ഒറ്റക്കിരിക്കൽ ചികിത്സക്ക് പോലും ഹറാമാണ്. അന്യ പെണ്ണുമായി ഒരാണ് ഒറ്റക്കൊരു മുറിയിലിരിക്കൽ ഹറാമാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ പറഞ്ഞത്? എന്താ പറയാ? ചികിത്സയാണ്, മന്ത്രിച്ചൂടാണ്, ഹറാമാണ്. ബോബൻ മോളയിൽ മുമ്പ് ടോംസ് എഴുതിയതിലുണ്ടായിരുന്നു. പിന്നെ കുട്ടികള് പറഞ്ഞ ഒരു വാക്ക്, ടോംസിന്റെ ഒരു പഴയ കാലത്തെ ഒരു ഫലിതം. കുട്ടികളെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കിയപ്പോൾ ആ മുത്തച്ഛൻ, ഒരു മത്തങ്ങത്തലയുള്ള ഒരു മുത്തച്ഛനുണ്ട് ബോബനും മോളിലും. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കുട്ടികളെ എന്താ ഉണ്ടായെന്ന് വെച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായി ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോലീസ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ. അല്ല, ഇങ്ങനെയാ പറഞ്ഞത്. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സമാധാനപരമായി ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോലീസ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഒന്നും ചെയ്യൂല, ഒറ്റക്കിരുന്ന് മന്ത്രിക്കൊള്ളുന്നതാണ്. അതന്നെ ഹറാമാണ്. ഒറ്റക്ക് ഇരിക്കുക അത് ഹറാമാണ്. അവളുടെ ഭർത്താവിന്റെയോ, ഇനി അങ്ങനത്തെ ചികിത്സ ചെയ്യുന്നെങ്കിൽ ഭർത്താവിന്റെയോ, അല്ലെങ്കിൽ അവളെ പോലത്തെ സ്വാലിഹാത്തായ മറ്റു പെണ്ണുങ്ങളുടെയോ കൂട്ടത്തിലോ, അല്ലെങ്കിൽ അവളുടെ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആങ്ങളെ വാപ്പ പോലത്തെ കൂട്ടത്തിലോ അല്ലാതെ ഒരു പെണ്ണിന്റെ മേൽ ഒരു അത്യാവശ്യ കർമ്മം പോലും ഒരു തൽസമാത്ത ചെയ്യുന്നവൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇരുട്ടുമുറികൾ, ഇന്ന് ഇരുട്ടുമുറികളിൽ ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അവർ വലിയ താടിയൊക്കെ നീട്ടിയിട്ട് നടക്കും, വലിയ താടിക്കാരായിരിക്കും, ഇടക്കാർക്ക് അല്ലാ അല്ലാ എന്നൊക്കെ പറയും ചെയ്യും. അത് അവരുടെ ചില കളികൾ മാത്രമാണ്, അതിലൊന്നുമില്ല. അല്ലെങ്കിൽ വഞ്ചിതരാകും വേണ്ട. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മുഅ്മിനീങ്ങളെ, സിഹർ ചെയ്തവനെ കൊല്ലണം അവന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹദ്ദു സാഹിരി ളർബുഹു ബിസൈഫി എന്നാണ്. അവനെ ഇസ്ലാമിക കോടതി കൊല്ലണം. നിങ്ങൾ കൊല്ലണം എന്നല്ല, ഇസ്ലാമിക കോടതി കൊല്ലണം. അൽ ഖത്ലു ഹദ്ദു സാഹിരി അൽ ഖത്ലു ലിഅന്നഹു കഫറ ബില്ലാഹ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിന്റെ ഒരു കൊല്ലം മുമ്പ് തന്റെ ഭരണ പ്രദേശങ്ങൾ അരിക്കി പെറുക്കിയിട്ട് മുഴുവൻ പരിശോധിച്ചു. എവിടെയെങ്കിലും സാഹിർ ഉണ്ടെങ്കിൽ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഗവർണർമാർക്ക് മുഴുവനും കത്തയച്ചു. സ്വഹീഹുൽ ബുഖാരി അത് സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ബുഖാരിയിലെ ഹദീത്താണ് ഈ പറഞ്ഞ വായിക്കുന്നത്. ബുഖാരി എന്ന് വായിക്കുക, സ്വഹീഹുൽ ബുഖാരി എന്ന് വായിക്കുക. മരണത്തിന്റെ ഒരു കൊല്ലം മുമ്പ് അറബ് പ്രദേശങ്ങൾ മുഴുവനും, ഇസ്ലാമിക അധീനതയിലുള്ള പ്രദേശങ്ങൾ മുഴുവനും അരിക്കി പെറുക്കിയിട്ട് തെരയിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എവിടെയെങ്കിലും സിഹറിന്റെ മഠങ്ങളോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞു പിടിച്ച് അതിന്റെ അധിപരെ കൊലപ്പെടുത്തണമെന്ന് കൽപ്പന കൊടുത്തു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അതാന കിതാബ് ഉമറ ഖബല മൗതിഹി ബിസന അൻ യഖ്തുലു കുല്ല സാഹിരിൻ വസാഹിറ. എല്ലാ ജ്യോത്സ്യന്മാരെയും എല്ലാവരെയും കൊലപ്പെടുത്തുക എന്ന്. എവിടെ ഞാൻ വിശദീകരിക്കുന്ന എല്ലായിടത്തും അത് പറയുന്നുണ്ട്. അസ്സാഹിർ യുഖ്തലു ഇദാ ഉലിമ അന്നഹു സാഹിറുൻ വലാ യുസ്തതാബു. തൗബ വരെ തൗബ ചെയ്യുമോ എന്ന് വരെ ചോദിക്കേണ്ടയില്ല, ഉടനെ കൊല ചെയ്യപ്പെടും. ഇസ്ലാമിക കോടതി. വലാ യഖ്ബലു ഖൗലഹു, അവന്റെ വാക്കിനെ യുഖ്ബലു ഖൗലുഹു, അവന്റെ വാക്ക് സ്വീകരിക്കപ്പെടരുത്. ഇനി അത്റുക്കു സിഹറ വഅതുബ മിന്നു, ഞാൻ തൗബ ചെയ്യാ, ഇന്ന് മുതൽ ഞാൻ നന്നാവാന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ശ്രദ്ധിക്ക്. ഒരു സാഹിറിനെ പിടികൂടിയാൽ ഇന്നു മുതൽ ഞാൻ നന്നാവും, ഞാൻ സിഹർ ചെയ്യൂല എന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കപ്പെടരുത്. ഉടനെ അവനെ ഇസ്ലാമിക കോടതി കൊലപ്പെടുത്തണം എന്നാണ് നിയമം. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഇത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് പറഞ്ഞാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. നമ്മളിപ്പോ കൊല്ലാന്നുള്ള നമ്മളെ നിയമമല്ല, നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഇസ്ലാമിക കോടതി ചെയ്യേണ്ട നിയമമാണ്.
നമ്മൾ ചെയ്യണ നിയമമല്ല ഇസ്ലാമിക കോടതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ചെയ്യുന്ന ആളുകളെ പിടിച്ചിട്ട് ഉടനെ നമ്മൾ പോലീസിലേൽപ്പിക്കണം. അതോടുകൂടെ നമ്മൾ അതിനാണ് തയ്യാറായ ഒരൊറ്റ കൊല്ലം കൂടെ ആ ജാതി സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും. നല്ല ആളുകൾ മാത്രമാവും ചെയ്യും. അവരെ നമുക്ക് സമാധാനത്തോടുകൂടെയും ശാന്തിയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും സമീപിക്കാം. അവർ ഖുർആൻ കൊണ്ട് അരിയത്ത് കൊണ്ടും ചികിത്സിക്കും. അവർ ഹൽവത്തും പെണ്ണുങ്ങളുമായി ഹൽവത്തിലാവൂല. അവർ ആൺകുട്ടികളെ പിന്നാലെ നടക്കൂല. അതൊക്കെ അവരുടെ രോഗങ്ങളാണ്. അതൊന്നും അവർ ചെയ്യൂല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെയൊക്കെ ഇഷ്ടം പോലെ കേസുകൾ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്കതിൽ എന്ത് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ പറയും. ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞവരുണ്ട്. രാവും പകലും ഇതിനു വേണ്ടി നടക്കുക. രാത്രി എന്തിനു പോവാ? ഇത്തരം കാര്യത്തിന് വേണ്ടി പോവാ. അതിനെന്ത് പെണ്ണുങ്ങളെ കൂടെ കൂട്ടാൻ പറ്റൂല. പക്ഷെ എന്ത് ചെയ്യാ? ചില അമൃതകളെ കൂട്ടിക്കൊണ്ടുപോവാ, സ്ഫായിഷത്തുകൾ ചെയ്യാം. ഇതിനൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ കടുത്ത തെറ്റാണ്. സിന പോലത്തെ മറ്റൊരു സിനയാണ് ആൺകുട്ടികളെ ഉപയോഗിക്കൽ. ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് 150 ചില്ലാനം കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശം അള്ളാഹു അട്ടിമറിച്ചത്. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹുകാര് പടച്ചോന്റെ നിയമമാണ് ആയതുകൊണ്ടാണോ ഞാനിത് പറയുന്നത്. അല്ലാതെ ലജ്ജല്ല നിങ്ങൾ വിചാരിക്കരുത്. പറയുമ്പോ വേദന ഉണ്ട്. പടച്ചോൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. 150 കിലോമീറ്റർ വരുന്ന ഒരു നാടിനെ അള്ളാഹ് അട്ടിമറിച്ച്. ഇന്നോടെ പുല്ല് മുളക്കൂല, അട്ടിമറിച്ച്. ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഇവരാണ്, സ്ത്രീകളെ. ഇതിന്റെ മറവിൽ നടക്കുന്ന തിന്മയാണ്. വളരെ ശ്രദ്ധിക്കണം. അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ പോലീസിലേൽപ്പിക്കണം. അത്തരം ആളുകളെ എവിടെ കണ്ടാലും പോലീസിലേൽപ്പിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും ദീനല്ല. ദീന ഹക്കുണ്ട്. ഹക്കിനെ നിഷേധിക്കരുത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കണ്ണിൽ കണ്ടത് മാത്രമേ ചെയ്യൂ, അംഗീകരിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് സുന്നത്യമായതിന്റെ പുറത്തുള്ള ആളുകളാണ്. അവരെ കാടടച്ച് വെടിവെക്കും. അത് ശരിയല്ല. നന്മയുണ്ട് ധാരാളം. കാരണം ഈ സിഹർ വന്നപ്പോൾ അതിനെ ബാത്തിലാക്കാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീലിനെ അയച്ചല്ലോ അലൈഹിസ്സലാം. എന്റെ കൊണ്ടയച്ചു, മുഅബ്ബിദത്തെ കൊണ്ടയച്ചു. അപ്പൊ ഖുർആൻ ബാത്തിലാക്കാൻ ആളയക്കണം. ആള് വരണം, ആള് ചെയ്യണം. മനസ്സിലായില്ല? ഹബീബിനെ തോന്നിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. മന്ത്രിച്ചൂടിയാരാ? സയ്യിദുനാ ജിബ്രീൽ. മനസ്സിലായില്ലേ? ആർക്ക് മന്ത്രിച്ചൂടി? പറ, ആർക്ക് മന്ത്രിച്ചൂടി? മൊല്ലാക്കാക്ക് വർക്ക് ചെയ്തരുത് എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. മൊല്ലാക്കാക്ക് വെപ്പണ്ടായാൽ വർക്ക് വേറെ ആൾ എഴുതി കൊടുക്കന്നെ വേണം. റസൂലുള്ളാഹിക്ക് ആയത്ത് തോന്നിപ്പിച്ചിട്ട് നബിയല്ല ബാത്തിലാക്കിയത്. ബാത്തിലാക്കാൻ ആളെ അയച്ചു. ആരാണ് ആള്? സയ്യിദുനാ ജിബ്രീൽ. ബിസ്മില്ലാഹി അർഖീക, ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരാ, മിൻകുല്ലി ശൈഇൻ യുഗ്ദീക എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിച്ചു തുടങ്ങിയത്. ആര്? സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്ക് മന്ത്രിക്കല്ല വേണ്ടത്. പറ, മന്ത്രിപ്പിക്കണം. എന്തുകൊണ്ട് മന്ത്രിക്കണം? ഖുർആനുണ്ട്. ഇതൊക്കെ ഉണ്ടാവണം. ഇതെല്ലാം എതിർത്തിട്ട് കാടടച്ച് വെടിവെക്കുകയാണ് സുന്നികളല്ലാത്തവർ ചെയ്യുന്നത്. അത് അള്ളാന്റെ ദീനിനെ കളിയാക്കലാണ്. ഈ കിതാബിനൊരു വില ഉണ്ട്. ഇത് അള്ളാന്റെ കലാമാണ്. ഇതിലുള്ളത് ഇതിന് വില ഉണ്ട്. അള്ളാന്റെ കിതാബാണ്. ഇതിന്മേൽ വിജയിക്കാൻ പരാജയപ്പെടാത്ത ഒന്നുമില്ല. ഇതെന്തിന്റെ മേലും വിജയിക്കണം. ഇത് പരാജയപ്പെടുത്താത്ത ഒന്നുമില്ല. ഇതെല്ലാത്തിനെയും പരാജയപ്പെടുത്തും. അത് ശ്രദ്ധിക്കുക. ഞാൻ സിഹർ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ മാത്രം ഓടിച്ച് പറഞ്ഞുതരാം. ഒന്ന്, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അതിരാവിലെ 7 അജ്വ കാരക്ക കഴിക്കുന്നവർക്ക് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിരാവിലെ അജ്വ കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. അജ്വ കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. സിഹർ വരാതിരിക്കാനുള്ള പരിഹാരമാണ്. സിഹർ വന്നാലുള്ള പരിഹാരം വേറെ ചെയ്യണം. സിഹർ വരാതിരിക്കാൻ സിഹറിനെ തൊട്ട് പ്രൊട്ടക്ഷൻ ആണ്. ഒന്ന് എഴുതിച്ചോളൂ. എഴുതിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓടിച്ചങ്ങോട്ട് പറഞ്ഞുതരാം. സിഹർ വരാതിരിക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാം. അജ്വക്കാരക്ക വീട്ടിൽ വാങ്ങി വെക്കുക. എല്ലാ സുബഹിക്കും നേരം വെളുത്തു കഴിഞ്ഞാൽ അതിരാവിലെ ആദ്യത്തെ ഉമിനീരിന്റെ മേൽ ആദ്യം താഴെ കിടക്കുന്ന ഉമിനീര് അജ്വക്കാരക്കയോട് കൂടെ ആവുക. 7 അജ്വക്കാരക്ക ഓരോരുത്തരും കഴിക്കുക. അതൊക്കെ ആർക്കും കഴിയുന്ന കാര്യമല്ലേ? അതൊക്കെ ഇന്ന് കഴിയുമല്ലോ. അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. എങ്ങനെ വില ഭയങ്കരാണെന്നല്ലെങ്കിൽ മരുന്നല്ലേ? മരുന്നിന് എങ്ങനെ വെറുതെ എങ്ങനെ ശർക്കര പൊടിന്റെ വിലക്ക് എങ്ങനെ മരുന്ന് കിട്ടും? മരുന്നിന് വിലല്ലേ? മരുന്ന അതുകൊണ്ടല്ലേ അത് മരുന്നായത്. മരുന്നോൻ അത് മരുന്നാകുന്നു അല്ലേ? അല്ല, എന്താ പറഞ്ഞ മരുന്നാണ്, അതിന് വില ഉണ്ടാവും. അങ്ങനെ മരുന്നായതുകൊണ്ട് തന്നെയാണ് വില ഉള്ളത്. അജവക്കാരക്ക സ്വർഗത്തിലെ കാരക്കയാണ്. അതെല്ലാം റീഖുൽ അവ്വലിന്റെ മേൽ അത് കഴിക്കുക.
തന്നെ അയ്യക്കൂന തംറുൽ മദീനത്തിൽ മുനവ്വറ ഫഹാദാ മത്ലൂബുൻ വൈൻ തസ്തതിഅ ഫഅയ്യു തംറത്തിൻ അജ്വ.